നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുയോഗം അലങ്കോലപ്പെട്ടു. 1000-ലധികം ആളുകൾ പൊതുയോഗത്തിൽ പങ്കെടുത്തെങ്കിലും ഒപ്പിട്ടതിൽ 60 പേർ മാത്രം. ജോയിന്റ് രജിസ്ട്രാറുടെ നിർദ്ദേശം ഉടൻ പാലിക്കണമെന്നും ഭരണസമിതിയെ പിരിച്ചുവിടണമെന്നും സഹകാരികൾ. കബളിപ്പിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളും പ്രതിഷേധവുമായി എത്തി. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരാൻ. സുലേഖ, ഏതായാലും നിയമന തട്ടിപ്പാണ് ഈ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഇപ്പോൾ ഈ നിക്ഷേപകർ തന്നെ, അതോടൊപ്പം തന്നെ സഹകാരികൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഭരണസമിതിയെ പിരിച്ചുവിടണമെന്ന്. തീർച്ചയായും അത് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കാണ് നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്ക്. ഈ ബാങ്കിൽ ഒഴിവില്ലാത്ത വിവിധ തസ്തികകളിലേക്കാണ് ഇത്തരത്തിൽ ജോലി വാഗ്ദാനം നടത്തി കോടികൾ വാങ്ങിയത്. ഇതിന് പിന്നാലെ ഇന്ന് ഇപ്പോൾ പൊതുയോഗം നടന്നിരുന്നു നെടുമങ്ങാട് സഹകരണ ബാങ്കിൽ. ആ പൊതുയോഗത്തിലാണ് ഇത്തരത്തിൽ ഈ സഹകാരികളും അതിനൊപ്പം തന്നെ മറ്റ് ആളുകളും ഈ പണം നൽകി ജോലി ലഭിക്കാൻ വേണ്ടി പണം നൽകിയ ആളുകളും എത്തി ഈ പൊതുയോഗം അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ഈ അലങ്കോലപ്പെട്ടതിന് പിന്നാലെ പൊതുയോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എടുത്തു നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒപ്പിട്ടത് വെറും 60 പേര് മാത്രമാണ് എന്നുള്ളൊരു കാര്യം അറിഞ്ഞത്. 1000-ലധികം പേർ ഈ പൊതുയോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ സഹകാരികൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒപ്പിട്ടത് വെറും 60 പേർ മാത്രമാണ് എന്നുള്ളത് മിനിറ്റ്സിൽ ഈ രേഖപ്പെടുത്തിയ മിനിറ്റ്സിൽ, പൊതുയോഗം നടക്കുമ്പോൾ അതിലൊരു മിനിറ്റ്സ് ഉണ്ട്, ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത്. പക്ഷേ ഇത്തരത്തിൽ അനധികൃതമായി നിയമനം നൽകിയവരെ പിരിച്ചുവിടണം എന്നുള്ള ഒരു നിർദ്ദേശം അത് ഇന്നലെ ജോയിന്റ് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഒഴിവില്ലാത്ത തസ്തികകളിലേക്ക് 2-3 പേരെ നിയമിക്കുകയും അവർക്ക് ഈ ജോലിയില്ലാത്ത സമയത്ത് പ്രമോഷൻ നടക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ പൊതുയോഗം നടക്കുന്ന ഇടത്ത് ഇത്തരത്തിൽ നിയമന തട്ടിപ്പിനിരയായ ആളുകളും കൂടി വന്ന ഇത്തരത്തിൽ പൊതുയോഗം അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് ആണ്. ശരി, സുലേഖ ശശികുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.